السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي زهير عمارة بن ربيبة رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: لن يلج النار أحد صلى قبل طلوع الشمس وقبل غروبها يعني الفجر والعصر. رواه مسلم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 5 നേര നമസ്കാരങ്ങളിൽ ഒന്ന് മറ്റൊന്നിനെ അപേക്ഷിച്ച് ചില പ്രത്യേകതകളും സവിശേഷതകളുമുണ്ട്. സ്വർഗ നരകങ്ങൾക്കിടയിലൂടെ ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ നാളെ പരലോകത്തുള്ളത്. ഒന്നുകിൽ സ്വർഗത്തിൻ്റെ അവകാശിയാകാം, അല്ലെങ്കിൽ നരകത്തിൻ്റെ അവകാശിയാകാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ ഖുർആനും തിരുഹദീസും ഒക്കെ മനസ്സിലാക്കിയാൽ ഇനി അതിലൊരു സാധാരണക്കാരൻ നിർവഹിക്കുന്ന പ്രാർത്ഥന അതിൻ്റെ അർത്ഥസഹിതം മനസ്സിലാക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഏറ്റവും ഭയപ്പെടേണ്ടത് എന്തിനെയാണ്, സൂക്ഷിക്കേണ്ടത് എന്തിനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയമായ ആ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിട്ടുണ്ടായിരുന്ന ദുആയാണ് നമുക്കൊക്കെ അറിയാവുന്ന റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, അല്ലാഹു ദുനിയാവിൽ ഹസനത്ത് കൊണ്ട്, വഫിൽ ആഖിറതി പരലോകത്തും ഹസനത്ത് തന്നെ വേണം, വഖിനാ അദാബന്നാർ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം എന്നൊരു ഭാഗത്തും റസൂൽ തേടിയിട്ടില്ല, ഒരു അമ്പിയാക്കളും തേടിയിട്ടില്ല, ഒരു ഔലിയാക്കളും തേടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ മനുഷ്യൻ മനസ്സിലാക്കേണ്ടുന്ന, സൂക്ഷിക്കേണ്ടുന്ന, രക്ഷ പ്രാപിക്കേണ്ടുന്ന, ഭയപ്പെടേണ്ടുന്ന ഒന്നാണ് നരകം എന്നത്. ഇനി മറ്റൊന്ന് നമുക്കൊക്കെ അറിയാലോ. ഖുർആനിലെ 3-ാമത്തെ സൂറത്ത് ആൽ ഇംറാനിലെ 185-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുക: കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. മനുഷ്യൻ മരണത്തിൻ്റെ രുചി അറിയും. അത് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ടേസ്റ്റ് എന്താന്ന് ഓരോരുത്തരും അറിയും. ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പൂർത്തീകരിച്ച ഫലം നൽകാൻ വേണ്ടിയാണ് അത് എന്ന് പണ്ടെന്ന് പറയാം. ഫമൻ സുഹ്സിഹ അനിൻ നാരി, ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുവോ ഉദ്ഖിലൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അവിടെ അവിടെയും പറഞ്ഞു എന്താ? ആദ്യം നരകരക്ഷയാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷ നൽകുന്ന 2 നിസ്കാരങ്ങളുണ്ട് എന്നുള്ളതാണ് മേൽ ഹദീസിലുള്ളത്. സ്വർഗത്തിലേക്ക് വഴി നടത്തുന്നതിനേക്കാൾ മുൻപ് നരകത്തിൻ്റെ വഴി മുടക്കികളായ 2 നിസ്കാരങ്ങളുണ്ട്. അത് ഒന്ന് സൂര്യോദയത്തിൻ്റെ മുൻപും ഒന്ന് അസ്തമയത്തിൻ്റെ മുൻപുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൻ യലിജൻ നാറ അഹദുൻ, ഒരാളും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ എന്ന് ഉറപ്പിച്ചിട്ട് പറഞ്ഞ സ്വല്ലാ ഖബല തുലൂഇ ശംസി, സൂര്യ ഉദയത്തിന് മുമ്പും വഖബല ഉറൂബിഹ, അസ്തമയത്തിന് മുമ്പുമുള്ള 2 നിസ്കാരങ്ങൾ നിസ്കരിച്ചാൽ, യാനി അത് ഉദ്ദേശിക്കുന്നത് അൽ ഫജ്ർ വൽ അസ്ർ, സുബ്ഹും അസ്റും നിസ്കാരങ്ങളാണ്. എന്തുകൊണ്ട് അത് ചെയ്യാലോ, സമയമുണ്ടല്ലോ, ആകാലോ, പോകാലോ എന്നൊക്കെ വിചാരിച്ച് ചെയ്യാവുന്ന 2 നിസ്കാരങ്ങളാണത്. അവസാനം എത്തും തഅഖീറു സ്വലാത്ത്, നിസ്കാരം പിന്തി നിസ്കരിക്കുന്ന, സമയം തെറ്റി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും മുൻപിലുണ്ടാവും ഈ 2 നിസ്കാരങ്ങളാണ്. അതുകൊണ്ടാണ് റസൂൽ അത് പറഞ്ഞത്. അത് സമയം സൂക്ഷിച്ചും പാലിച്ചും നിർവഹിക്കുന്ന ഒരാൾക്ക് നാളെ നരകത്തിൽ പോകാൻ ഒരു ചാൻസും ഇല്ല, സ്വർഗം ഉറപ്പാണെന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരങ്ങൾ അതിൻ്റെ അവ്വലുക്ത് നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഇരുലോകത്തും പുറത്തും മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കട്ടെ. അവ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ച് നമ്മെ മാനം കെടുത്താതെ പരലോകത്ത് അഭിമാനികളാക്കി ഉയർത്തി ദറജകൾ ഏറ്റുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി മജ്ലിസും അതുപോലെ തന്നെ ആശുപത്രികളിലും വീടുകളിലുമുള്ള സഹോദരി സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ രോഗങ്ങൾക്ക് സമ്പൂർണ്ണമായ ശിഫ, സമാധാനം, ആഫിയത്ത് എന്നിവ നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ പരസഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്കൊക്കെ
ഒക്കെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞു തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എപ്പോഴും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലായി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.